നോക്കൂ, ആ ചൂടായിരിക്കില്ല നമ്മൾ ജപിച്ചു കഴിയുമ്പോൾ നമ്മുടെ കയ്യിലും കാലിലും നെഞ്ചിലും ഒക്കെ ഉജ്ജ്വലമായ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ശരീരത്തിൽ ഉണ്ടാവുകയും ശരീരം ഉഷ്ണിക്കുകയും ചെയ്യും. ആ ചൂട് വെളിയിൽ പോകാൻ പാടില്ല. ആ ചൂടിനെ പിടിച്ചു നിർത്താനാണ് വിഭൂതി ധരിക്കുന്നത്. അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ശിരസ് മുതൽ പാദം വരെ വിഭൂതി ധരിച്ച് ആലുവയിലേക്കുള്ള ഒരു KSRTC ബസ്സിൽ കയറാൻ പറ്റുമോ? നമ്മളെ ആൾക്കാർ കളിയാക്കും. ആരോ പറയണമെന്ന് കേട്ട് ഇന്നലെ മുതൽ തുടങ്ങിയ ഒരു പരിപാടിയാണെന്ന് പറയും. അപ്പൊ നമ്മുടെ മുനിമാര് പറഞ്ഞ അത് വേണ്ട, കലികാലത്തിൽ പ്രത്യേകിച്ചും വേണ്ട. ശിരസ്, ലലാടം, നെറ്റിത്തടം, മാറിടം, കൈത്തണ്ട, നാഭിപ്രദേശം, നെഞ്ച്, പാദങ്ങള് ഇവിടെയൊക്കെ പെരട്ടിയാലും മതി. ഏറ്റവും കൂടുതൽ ഈ ചൈതന്യം വെളിയിൽ പോകുന്ന സ്ഥലങ്ങളിൽ ഒരു ബാൻഡ് എയ്ഡ് ഇട്ടാൽ മതി, ഈ ചൈതന്യം നിൽക്കും. നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ എല്ലാ ചടങ്ങുകളും എല്ലാ കാര്യങ്ങളും സ്വയം പരീക്ഷിച്ച് ബോധ്യപ്പെട്ട് ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, ഗീതയിൽ അത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നല്ല. അല്ലയോ അർജുന, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, നിന്റെ മനസ്സിൽ സ്വയമേവ ചിന്തിച്ച് നീ ബോധ്യപ്പെട്ടതിന് ശേഷം ചെയ്താൽ മതി എന്നാ ഭഗവാൻ പോലും പറഞ്ഞത്. നമുക്ക് സ്വയം ചെയ്തു നോക്കാം. അങ്ങനെ ശരീരത്തെ ശുദ്ധി ചെയ്ത് ചെരുപ്പെല്ലാം വെളിയിൽ വെച്ച് ക്ഷേത്രമാകുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഷർട്ടൊക്കെ അഴിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ദേവക്ഷേത്രത്തിലേക്ക്, ദേവീക്ഷേത്രത്തിലേക്ക് നമ്മൾ വരുമ്പോ മനസ്സ് ഏകാഗ്രമായിട്ട് രണ്ട് കയ്യും കൂപ്പി, ഈ രണ്ട് കയ്യും കൂപ്പി പഞ്ചഭൂതങ്ങളാകുന്ന 5 വിരലുകളും ഈശ്വരനിലേക്ക് ലയിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് പദാനുരംഗച്ഛേദ് കരൗജല വിവർജിതവും സ്തുതിർവാജി ഹൃദി ധ്യാനം ചതുരംഗം പ്രദക്ഷിണം. അങ്ങനെ വന്ന് ശ്രീകോവിലിന് ചുറ്റും, ക്ഷേത്രത്തിന് ചുറ്റും പതുക്കെ 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 പ്രദക്ഷിണം വെച്ച് മന്ദം 2 പാദങ്ങൾ പതുക്കെ പതുക്കെ നീക്കി വെച്ചുകൊണ്ട് 2 കൈകൾ നെഞ്ചിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ചുണ്ടിൽ ദേവിയുടെ നാമം മാത്രം അമ്മേ നാരായണ അമ്മേ നാരായണ അമ്മേ നാരായണ എന്ന് മാത്രം ജപിച്ചുകൊണ്ട് ഹൃദയത്തിൽ ദേവിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് പതുക്കെ പ്രദക്ഷിണം വെച്ച് മന്ത്രജപത്തോടുകൂടി വരുന്നു. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ മറക്കരുത്. നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും രാമകൃഷ്ണ അവിടെ പത്മാസനത്തിൽ ഏകാഗ്രമായി ദേവിയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സ് ഏകാഗ്രമാണ്, പ്രാണായാമം ചെയ്യുന്നു മനസ്സിനെ ഏകാഗ്രമാക്കി. ഈ ചുറ്റും നടക്കുന്നത് നമ്മളൊരു പ്രാണായാമം, 2 പ്രാണായാമം, 3 പ്രാണായാമം ചെയ്യുന്നതിന് തുല്യമാണ്. പതുക്കെ വന്ന് നടക്ക് മുമ്പ് നിൽക്കുക, നമ്മള് നട അടഞ്ഞു കിടക്കുകയാണ്. ഒറ്റ പ്രാർത്ഥനയില് ദേവി കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടില്ല. അത് രാമകൃഷ്ണ പരമഹംസർക്കും ഇല്ല, ചട്ടമ്പിസ്വാമിക്കും ഇല്ല, ശ്രീനാരായണ ഗുരുദേവനും ഇല്ല, ആർക്കും ഇല്ല. നിരന്തരമായ മന്ത്രസാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെയാണ് ദേവത പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ കാത്തു നിൽക്കുന്ന നമ്മളീ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് വന്ന് നിൽക്കുമ്പോ ശ്രീകോവിൽ നടയതാ തുറന്നു. പുതിയൊരു ലോകം, ഇതേതോ ഹന്തശോഭനം തേജോമയം, കർമ്മസാക്ഷിയാം ദേവൻ പടിഞ്ഞാറുദിച്ചിതോ എന്ന് കവി പാടിയതുപോലെ ശ്രീകോവിൽ നട തുറക്കുകയാണ്. അറിയാതെ കൺകുളിർക്ക ദേവിയെ 100 കണക്കിന് ചെരാതുകള്, വിളക്കുകള്, ഇതിന്റെയൊക്കെ മധ്യഭാഗത്ത് 1000 കോടി സൂര്യൻ നീയാണ് എന്ന് സങ്കല്പിക്കുന്ന പോലുള്ള ചൈതന്യത്തിന്റെ മധ്യഭാഗത്ത് ദേവി വിഗ്രഹം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഞാൻ കൊണ്ടുവന്ന എല്ലാ ദുരിതങ്ങളും വിഷമങ്ങളും എല്ലാം അമ്മയുടെ, പ്രപഞ്ചമാതാവിന്റെ, സ്നേഹനിധിയായ അമ്മയുടെ, ഇതുപോലൊരു അമ്മയെ ഈ ലോകത്തുണ്ടാവില്ല. അതുപോലത്തെ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം അവിടെ സമർപ്പിച്ച് എനിക്കൊരു പുതുജന്മം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവിടെ എല്ലാം സമർപ്പിക്കുകയാണ്. ദേവത കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നമുക്ക് അവിടെ നിന്നൊരു മന്ത്ര സിദ്ധി അല്ലെങ്കിൽ ഒരു കലശാഭിഷേകം, ഗുരു ശിഷ്യന് എങ്ങനെയാണോ മന്ത്രദീക്ഷ കൊടുക്കുമ്പോ കലശം ശിരസിൽ അഭിഷേകം ചെയ്യുന്നത്, അതുപോലെ ദേവതയുടെ മൂലമന്ത്രം ജപിച്ച് അനവധി പ്രാവശ്യം മൂലമന്ത്രം ജപിച്ച് ദേവതയെ പൂജിച്ച ശംഖതീർത്ഥം അല്പം നമ്മുടെ ശിരസിൽ ആ മന്ത്രമാണ് തളിക്കുന്നത്.
ഇവിടെ ഉള്ളത് കാളിയുടെ മന്ത്രമാണെങ്കിൽ, അന്നപൂർണേശ്വരിയുടെ മന്ത്രമാണെങ്കിൽ, മുക്തിയുടെ മന്ത്രമാണെങ്കിൽ, ആ മന്ത്രം തന്നെ ഈ ജലത്തിലൂടെ ജലകണങ്ങളായി നമ്മുടെ ശിരസിലേക്ക് വന്ന് പതിക്കുകയാണ്. ആ മന്ത്രത്തിൽ നമുക്കൊരു ദീക്ഷ കിട്ടിയതുപോലെ ആ മന്ത്രദീക്ഷ നമ്മൾ സ്വീകരിച്ച് നമ്മൾ ദേവിയുടെ ഉപാസകന്മാരായി മാറുകയാണ്. ആ ചൈതന്യത്തിന്റെ ഉപാസകന്മാരായി മാറുന്നു. തിരിച്ചു പോകാൻ പോകുന്ന സമയത്ത് അമ്മ നമ്മളോട് പറയും, നീ വെറുതെ പോകരുത്, വെറുതെ തിരിച്ചോടി പോകരുത്. എന്റെ മന്ത്രം തന്നു, ഉപാസകന്മാരെ പോലെയായി എന്റെ ശരീരം തന്നെ ഞാൻ നിനക്ക് തരാം. എന്റെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടോ, ഞാൻ ആരാണോ അതങ്ങോട്ട് പകർത്തി തരാണ്. കാർബൺ കോപ്പി പോലെ 1 മിനിറ്റ് നിൽക്കാൻ പറയും. അപ്പോ ചന്ദനം, പൂവ്, ധൂപക്കുറ്റി, ദീപാരാധന തട്ടം, തീർത്ഥം, ഈ 5 വസ്തുക്കൾ നമ്മുടെ മുമ്പിലേക്ക് ഉള്ളം കയ്യിലെ നെല്ലിക്കാന്നൊക്കെ പറയണവരെ കൊണ്ടുതരും മേൽശാന്തി. എന്തായി തരുന്നത്? ഇത്ര ഉജ്ജ്വലമായ അത്ഭുതകരമായ ലോകത്തിലെ മഹാത്ഭുതം എന്നൊക്കെ പറയുന്ന പോലൊരു സങ്കല്പം ഈ പ്രപഞ്ചത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ ഉപാസന സമ്പ്രദായത്തിലല്ലാതെ. ചന്ദനം പൃഥ്വിതത്വത്തിന്റെ പ്രതീകമാണ്. പൃഥ്വി സഗന്ധ, ഗന്ധവതിയാണ് പൃഥ്വി. ആ ഭൂമിയുടെ തനി പകർപ്പാണ് ചന്ദനം. അത് നമ്മുടെ നെറ്റിത്തടത്തിൽ നമ്മളൊന്ന് തൊടുന്നു. നെറ്റിത്തട തണുപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ച്. എന്താ ഈ നെറ്റിത്തടത്തിന്റെ പ്രാധാന്യം? ഒരു നാൽവഴിയിൽ പോലീസുകാരൻ നിൽക്കുന്നത് പോലെ അവിടെ നിന്ന് പറന്നു വരുന്ന ബൈക്ക്, ഇവിടെ നിന്ന് പറന്നു വരുന്ന ഓട്ടോറിക്ഷ, അവിടെ നിന്ന് എറണാകുളം ആലുവ റൂട്ടിലോടുന്ന സ്പീഡിലോടുന്ന ബസ്, ഇങ്ങനെ പലതും വരുന്ന ഒരു നാൽക്കവല, പ്രശ്ന സങ്കീർണമായ സ്ഥലം നാൽക്കവല. അതുപോലെ നെറ്റി ഞരമ്പുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓടി തിമിർത്ത് പ്രശ്നങ്ങളായിട്ട് തലവേദനയായിട്ട് 2 വിരലും നെറ്റിത്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഓർക്കുണ്ടാവും. ഞരമ്പുകളുടെ ഒരു കോലാഹലാണ്. ഈ ഭൂമധ്യം അവിടെ ഒൽപ്പം ചന്ദനം തൊടുന്നു. പുഷ്പം ചെവിയിൽ വെക്കുന്നു. ശബ്ദമാണ് ആകാശത്തിന്റെ പ്രതീകം. ആകാശത്തിന്റെ തന്മാത്രയാണ് ശബ്ദം. പ്രപഞ്ചത്തിൽ ലയിക്കുന്നതാണ് ശബ്ദം. ആകാശത്തിൽ ആകാശ ശബ്ദം ചെവി വയ്ക്കുന്നു. തീർത്ഥം നമ്മൾ സേവിക്കുന്നു. പോരാ, ധൂപം വായുവിന്റെ പ്രതീകമാണ്. വായുവിലെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ധൂപക്കുറ്റിയിൽ നിന്നുള്ള ആ ധൂപം. അത് നമ്മൾ സ്വീകരിക്കുന്നു. അഗ്നി ദീപാരാധന തട്ടത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരുന്നു. ഈ 5 പ്രതീകങ്ങളെയും സ്വീകരിച്ച അമ്മ എന്നിലേക്ക് ലയിച്ചു. ഞാൻ അമ്മയാണ്. ശിവോ ഭൂത്വ ശിവം യജേതി. ഞാൻ ശിവനായി തീർന്നാൽ ശിവനെ യജിക്കാൻ യോഗ്യനായി. ഇതുപോലെ ദേവിയെ നിത്യേന ഉപാസിക്കാൻ ഞാൻ ഈ പ്രസാദം സ്വീകരിക്കുന്നതോടുകൂടി യോഗ്യനായി എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിത്യക്ഷേത്ര ദർശനം നടത്തിപ്പോയാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഒരു ദിവസം, നമ്മുടെ ജന്മം സഫലമാവും എന്നുള്ളത് സത്യമാണ്. ക്ഷേത്ര ദർശനത്തിലൂടെ മാത്രം എല്ലാം നേടിയിട്ടുള്ളവരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ക്ഷേത്രം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അത്ഭുത സാന്നിധ്യമാണ് ക്ഷേത്രത്തിലുള്ളത്. ജീവിച്ചിരിക്കുന്ന ദേവതയാണ്. ജീവിച്ചിരിക്കുന്ന ദേവത. നമ്മൾ വിചാരിക്കും ഇതൊരു കല്ലാണെന്ന്. അല്ല, ഒരിക്കലുമല്ല. ആ പ്രതീകം മാത്രമാണ്. ദേവതയെ കൺമുൻപിൽ കാണാം ആഗ്രഹമുണ്ടെങ്കിൽ. ഉപാസനാമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് നിവേദ്യം കൊടുക്കുന്ന എത്രയോ ആളുകളുടെ ചരിത്രം നമ്മുടെ ഓർമ്മയിലുണ്ട്. ഈ തലമുറയിൽ പോലും അങ്ങനെ എത്രയോ പേര് ജീവിച്ചിരിക്കുന്നുണ്ട്. രാമകൃഷ്ണ പരമഹംസര് ദക്ഷിണേശ്വര ക്ഷേത്രത്തിൽ ദേവിയെ കണ്ടുകൊണ്ടാ പൂജിക്കാറ്. വിവേകാനന്ദ സ്വാമികൾ സർവത്ര ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? പല ആളുകളുടെ അടുത്ത് ആർക്കും ധൈര്യമില്ല പറയാൻ. രാമകൃഷ്ണ പരമഹംസര് പറഞ്ഞു, നിന്നെ കാണുന്നതിലും ഭംഗിയായി കൃത്യമായി എനിക്ക് കാണുന്നുണ്ട്. നിനക്ക് കാണിച്ചു തരാം. ഒന്ന് തൊട്ടുള്ളൂ, ബോധം കെട്ടുപോയി. സർവത്രയും കാണാൻ പറ്റിയ സമയത്ത് അത്തരത്തിലുള്ള ഒരുപാട് അത്ഭുത മനുഷ്യര്, സിദ്ധന്മാര്, യോഗീശ്വരന്മാര്, അത്രയും കുലഹൻ, കുലസ്ഥൻ, പരാശരൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ ഇന്ന് ഇവിടെ 8:40 ഇരുന്ന് പറഞ്ഞാൽ നാളെ രാത്രി 8:40 വരെ പറഞ്ഞാലും തീരാത്തത്ര മഹായോഗീശ്വരന്മാരുടെ, അവതാര പുരുഷന്മാരുടെ, സിദ്ധന്മാരുടെ പരമ്പരയുള്ള നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിൽ ഒരു ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ മഹാഭാഗ്യമുണ്ടോ നമുക്കൊക്കെ?
ഈ പുണ്യഭൂമിയിൽ ഒരു ജന്മം കിട്ടാ അതിലും വലിയ ഭാഗ്യമുണ്ടോ? അത് നമ്മള് അന്വർത്ഥമാക്കി അർത്ഥപൂർണമാക്കി ജന്മസാഫല്യമാക്കി മാറ്റാൻ ഈ ഉയർത്തിക്കൊണ്ടുവരുന്ന ക്ഷേത്രത്തിൽ നിത്യേന വരുമെന്നുള്ളൊരു ശപഥം ചെയ്താൽ ഈ ഗ്രാമം, ഈ നാട് ഉണർന്നെഴുന്നേൽക്കുക. ഒന്ന് വന്നു പോവുക, അതിനാവണം ഏറ്റവും പ്രാധാന്യം. അടുത്ത തലമുറ പറയണ എന്റെ അച്ഛൻ എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോഴാണ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പണിതത്. അതിനെനിക്ക് അവർക്ക് തന്നതായ പറ്റുന്ന സഹായങ്ങൾ ചെയ്താൽ അതൊരു മഹായജ്ഞമാണ്. ദേവിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി എന്റെ അമ്മ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ രോഗബാധിതയായി കിടന്ന് ആശുപത്രിയിൽ നിന്ന് ബില്ല് വരുമ്പോ രൂപ എത്രയാണെന്ന് നമ്മൾ നോക്കാറില്ല, പണത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. അമ്മയുടെ ആരോഗ്യമാണ് നമുക്ക് വലുത്. ആശുപത്രി ബില്ല് ഇത്രയായി ആരോടും നമ്മൾ പറയാറില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, എന്നിൽ ഉயிருണ്ടെങ്കിൽ അമ്മയുടെ പ്രാണനെ ഞാൻ രക്ഷിക്കും. ഇതാണ് നമ്മുടെ സത്യം. ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ ഗ്രാമത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ നമ്മൾ രക്ഷിക്കും. ഇതൊരു ചരിത്ര സംഭവമായി മാറ്റും. അതിൽ ഞാൻ ഭാഗവാക്കായാൽ അതെന്റെ ജന്മ സാഫല്യമാണ്, എന്റെ ജന്മ ആഗ്രഹമാണ്. ഈശ്വരൻ എനിക്ക് തന്നിട്ടുള്ള മഹാഭാഗ്യം കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇത് ചെയ്യാൻ എനിക്ക് സാധിച്ചത്. ഞാൻ സർവസ്വവും ഇതിനുവേണ്ടി സമർപ്പിക്കും. ഈ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ, ഞാനൊരു മനസാക്ഷി വെച്ചാ സംസാരിച്ചത്. വേറെ കഥകളും പുരാണങ്ങളും ഒക്കെ പറഞ്ഞ് സമയം കളയാതെ ചങ്കിൽ കൊണ്ട അനുഭവങ്ങള് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം ജീവിതത്തിലും കഴിഞ്ഞ 10-60 വർഷം ഞാൻ ഏറ്റെടുത്ത് പ്രവർത്തിച്ച പ്രവർത്തനത്തിലൂടെ അനുഭവിച്ച കാര്യങ്ങളും സത്യസന്ധമായി മനസ്സ് തുറന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്റെ മനസാക്ഷിയുടെ ഞാൻ ചെയ്യുന്ന വഞ്ചനയായിരിക്കും. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തില് ഈ വാക്കുകൾ ഒരു പ്രസാദ രൂപത്തിൽ എല്ലാവരും സ്വീകരിക്കണം എന്നുള്ള അപേക്ഷയോടുകൂടി ഈ വൈകിയ വേളയിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പാദങ്ങളിൽ അമ്മയുടെ, ഈ പ്രപഞ്ച ദേവതയുടെ തൃപ്പാദങ്ങളിൽ ഈ വാക്കുകളിൽ പുഷ്പാഞ്ജലിയെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.